ശബരിമലയിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇപ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ 500ഓളം പോലീസുകാർ കൂടുതലായി സന്നിധാനത്ത് എത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മണ്ഡലപൂജ സമയത്ത് ആകെ 2700ഓളം പേരെയാണ് ശബരിമലയിൽ മാത്രമായി വിന്യസിക്കുക. നിലവിൽ പോലീസ്, RRF, ബോംബ് സ്ക്വാഡ്, CRPF, NDRF തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി 2150 പേരാണ് സന്നിധാനത്തും പരിസരത്തും മാത്രമായി ഡ്യൂട്ടിയിലുള്ളത്. ഇതിനു പുറമെയാണ് പമ്പയിലും നിലയ്ക്കലുമൊക്കെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണത്തിലും വർധനവ് വരുന്നത്. ഇതിലെ ശബരിമലയിൽ 750 പേരുടെ ഡ്യൂട്ടി കഴിഞ്ഞ ദിവസം അവസാനിക്കുകയും പകരം പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ശബരിമല സന്നിധാന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ DIG രാഹുൽ ആർ നായർ പുതിയ സേനാ അംഗങ്ങളെ സ്വാഗതം ചെയ്തു. സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട സമയമെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് ഭക്തരോട് ഏറ്റവും അനുഭാവത്തോടെയായിരിക്കണം പെരുമാറേണ്ടതെന്നും ഡ്യൂട്ടി പോയിന്റുകളിൽ കൃത്യസമയത്ത് തന്നെ പോലീസുകാർ ജോയിൻ ചെയ്യണമെന്നും അടുത്തയാൾ വന്നതിന് ശേഷം മാത്രമേ ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നും പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ 40% സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 10 ഡിവിഷനുകൾ തിരിച്ചാണ് ശബരിമലയിൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 ഡിവൈഎസ്പിമാർ, 35 ഇൻസ്പെക്ടർമാർ, 105 SI, ASIമാർ എന്നിവർ നേതൃത്വം നൽകുന്നു. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണം തന്നെ ഇപ്പോൾ പോലീസ് നടത്തി വരുന്നതെന്നാണ് സ്പെഷ്യൽ ഓഫീസർ K. സുദർശനൻ വ്യക്തമാക്കുന്നത്. മണിക്കൂറിൽ 4000ഓളം ഭക്തജനങ്ങളാണ് ഇപ്പോൾ 18ാം പടി കയറി ദർശനത്തിനെത്തുന്നത്. എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പുവരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഭക്തജനങ്ങൾ പോലീസ് നിർദ്ദേശം പാലിച്ച് പരമാവധി സഹകരണം നൽകണമെന്നും അദ്ദേഹം ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. അനുഭവപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ഈ പ്രാവശ്യം ക്രമാതീതമായ പ്രതിപാദനമാണ്. ജനറൽ പോയിന്റുകൾ മാത്രമേ പറയാനുള്ളൂ. നമ്പർ 1, ഇതിലെ വെൽഫെയർ മെഷറും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഭാഗം നടക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഈ ക്യൂവിൻ്റെ സന്നിധാനത്തിൻ്റെയും പമ്പയുടെയും നിലയ്ക്കലിൻ്റെയും പത്തനംതിട്ട ജില്ലയുടെയും ഡ്യൂട്ടി നിങ്ങൾക്കറിയാം. നിങ്ങൾ പത്രത്തിലും മാത്രമല്ല പോലീസിന്റെ പോലീസിന്റെ നമ്പർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി എന്താണെന്ന് അറിയണം. സെക്കൻഡ് പമ്പ വരെ അത് നിർബന്ധമായിട്ടും അതൊരു പ്രഷർ വരും, റഷ് വരും, എല്ലാം വരും. പക്ഷേ ഭക്തരെ മാറിയത് മൊത്തം സേനയുടെ മുകളിൽ അതിൻ്റെ ഡിലേ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഒരു കാരണവശാലും പറ്റുന്നതല്ല. ടേൺ കുറയാൻ പോകുന്നില്ല. ആ വസ്തുത മുൻനിർത്തി തന്നെ നിങ്ങൾ, ഞാൻ പറയാം, ആ സമയത്ത് റാദർ ദാൻ വേസ്റ്റിംഗ് എവറിബഡീസ് ടൈം. അപ്പോൾ എല്ലാവരും നല്ല ഇവിടെ വരുന്ന ഭക്തന്മാരെ 5-6 മണിക്കൂർ നേരം ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കും. പിന്നീട് തിരക്കിൻ്റെ സ്വഭാവം അനുസരിച്ചും ആവശ്യകത ഈ സീസണിലെ ശബരിമല മണ്ഡലകാലത്ത് ഡ്യൂട്ടി, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഇന്ന് ഒരു ടേൺ, C ടേൺ മാറി D ടേൺ വരികയാണ്. കഴിഞ്ഞ 4-5 ദിവസം കണ്ട് നോക്കുകയാണെങ്കിൽ സാമാന്യം നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിയോഗിച്ചുകൊണ്ട് വളരെ ടഫായിട്ടാണ് എങ്കിൽ പോലും അയ്യപ്പന്മാർക്ക് സുഗമമായിട്ടുള്ള ദർശനം ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് മാക്സിമം